സർ, കേരള പോലീസിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആഭ്യന്തര വകുപ്പ്. നമുക്കറിയാലോ, ഈ ഓരോ കാര്യങ്ങളിലും നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഏറ്റവും ജനസൗഹൃദമാക്കിയിരിക്കുന്നു. ഓരോ കാര്യങ്ങളും സ്ത്രീകൾക്കുള്ള പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് വിമാനമുണ്ട് സർ. ആദ്യം തന്നെ സ്ത്രീകളുടെ പോലീസ് സ്റ്റേഷൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. സ്ത്രീകളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോലീസുകാരെ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീ സൗഹൃദ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ പദ്ധതി സംസ്ഥാന പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കി വരുന്നത് ഇപ്പൊ 148 പോലീസ് സ്റ്റേഷനുകൾ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷനാക്കിയിട്ട് മാറ്റുന്നു സർ. സർ, അതുപോലെയാണ് സർ, ലഹരിക്കെതിരായിട്ട് ഇന്ന് UDF വലിയ രീതിയിൽ ഇതെന്തോ ഇടതുപക്ഷം ഭരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർ, എല്ലാ കാലങ്ങളിലും ഇതുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഈ വിപത്തിന്റെ പിടിയിൽ കേരളം അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് സർ. സർ, ഇതിന്റെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്നത് ഇത് ഗുജറാത്താണ് എന്നുള്ളത് നമുക്കറിയാലോ സർ. ബീഹാറിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, വിൽപ്പന നടത്തുന്നു. ഇതെല്ലാം തന്നെ ഇന്ന് കണക്ക്, ഞാൻ ആ കണക്ക് ഇവിടെ പറയുന്നില്ല സർ, അതിന് സമയമില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ കണക്ക് രേഖപ്പെടുത്തുന്നു ഇവിടെ. പക്ഷേ ഇന്ന് നമുക്കറിയാം, കേരളം ലഹരിയുടെ പിടിയിൽ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാർ വരെ ഇതിൽ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പല സ്കീമുകൾ വെച്ചുകൊണ്ട് പോലീസ് സേനയെ എല്ലാ ഭാഗങ്ങളിലും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ജാഗ്രത നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർ. ഒരുപാട് കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പോലീസുകാർ വെറുതെ ഇരിക്കുന്നതല്ല സർ, ഇതെല്ലാം തന്നെ പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊന്നും തന്നെ ഇത് ഇവിടെ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമൊന്നുമല്ലല്ലോ സർ. ഇതിന് ഐക്യത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നമ്മുടെ മന്ത്രി നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ ഉരുക്ക് മുഷ്ടി കൊണ്ട് നേരിടേണ്ടത് ആ രീതിയിൽ തന്നെ നേരിടണം എന്നുള്ളതാണ്.